മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, കുടുംബത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവനെങ്കിലും ദൈവനിശ്ചയത്താൽ ഇസ്രായേലിൻ്റെ ന്യായാധിപനായി തീരുകയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശത്രുക്കളിൽ നിന്ന് ജനത്തെ രക്ഷിക്കുകയും ചെയ്ത ജെഫ്തായുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 10 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിലാണ് പ്രധാനമായും ഇദ്ദേഹത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻകാല ന്യായാധിപന്മാർക്ക് ശേഷം ഇസ്രായേൽ ജനത വീണ്ടും കർത്താവിൽ നിന്നും അകന്നുപോയി. അവർ അനേകം അന്യ ദേവീദേവന്മാരെ, ബാൽദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും, സിറിയ, സീദോൻ, മോവാബ്, അമ്മോൻ, ഫിലിസ്തീയ എന്നിവിടങ്ങളിലെ ദേവന്മാരെയും സേവിച്ചു. കർത്താവിനെ അവർ പരിത്യജിച്ചു. ന്യായാധിപന്മാർ 10 അധ്യായം 6 വാക്യം. കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. ഫിലിസ്തീയർക്കും അമ്മോന്യർക്കും കർത്താവ് അവരെ ഏൽപ്പിച്ചു കൊടുത്തു. ശത്രുക്കൾ ഇസ്രായേൽ മക്കളെ ക്രൂരമായി ഞെരുക്കി. ജോർദാൻ അക്കരെ ഗിലെയാദിലുള്ള അമ്മോര്യരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേലരെ 18 വർഷം അവർ പീഡിപ്പിച്ചു. ന്യായാധിപന്മാർ 10, 7, 8 വാക്യങ്ങൾ. ആ ശത്രുക്കൾ ജോർദാൻ കടന്ന് യൂദ, ബെഞ്ചമിൻ, എഫ്രൈം ഗോത്രങ്ങളെ ആക്രമിക്കുകയും രാജ്യം മുഴുവൻ കഷ്ടത്തിലാക്കുകയും ചെയ്തു. തങ്ങളുടെ ദുരിതത്തിൽ ഇസ്രായേൽ ജനത ഒടുവിൽ അനുതാപത്തോടെ കർത്താവിനോട് നിലവിളിച്ചു. ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു. ന്യായാധിപന്മാർ 10:10. ഈജിപ്തുകാർ, അമ്മോന്യർ, ഫിലിസ്തീയർ, സീദോന്യർ, അമലേക്കർ, മിദിയാനക്കാർ എന്നിവരിൽ നിന്ന് താൻ പലതവണ അവരെ രക്ഷിച്ച കാര്യം ദൈവം അവരെ ഓർമ്മിപ്പിച്ചു. എന്നിട്ടും അവർ അവിടുത്തെ വീണ്ടും വീണ്ടും ഉപേക്ഷിച്ചു. അതിനാൽ തങ്ങൾ തിരഞ്ഞെടുത്ത ദൈവങ്ങളോട് സഹായം ചോദിക്കാൻ കർത്താവ് ആദ്യം അവരോട് കൽപ്പിച്ചു. ന്യായാധിപന്മാർ 10 അധ്യായം 11 മുതൽ 14 വരെ വാക്യങ്ങൾ. എങ്കിലും ജനങ്ങൾ ആത്മാർത്ഥമായി അനുദപിച്ചു. അവർ അന്യ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ നീക്കം ചെയ്യുകയും കർത്താവിനെ സേവിക്കാൻ മടങ്ങി വരികയും ചെയ്തു. അവരുടെ ദുരിതം കണ്ട് കർത്താവ് അവരോട് കരുണ തോന്നി. ന്യായാധിപന്മാർ 10:16. ഇസ്രായേൽ ജനതയുടെ ഈ അനുഭവം നമുക്ക് വലിയൊരു പാഠം നൽകുന്നു. പാപത്തിൽ തുടരുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ പ്രീതി പ്രതീക്ഷിക്കാനാവില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നാം ആദ്യം പാപങ്ങളിൽ നിന്ന് അകന്നു മാറുകയും ആത്മാർത്ഥതയോടെ അവിടുത്തെ സന്നിധിയിലേക്ക് മടങ്ങുകയും വേണം. അമ്മോന്യർ യുദ്ധത്തിനായി തയ്യാറെടുത്ത് ഗിലെയാദ് പ്രദേശത്ത് തങ്ങളുടെ സൈന്യത്തെ അണിനിരത്തി. ന്യായാധിപന്മാർ 10:17. ജോർദാൻ നദിക്ക് കിഴക്ക് അനേകം ഇസ്രായേലർ വസിച്ചിരുന്ന വിശാലമായ പ്രദേശമായിരുന്നു അത്. ഈ ഭീഷണി കണ്ടപ്പോൾ ഇസ്രായേലരും തങ്ങളുടെ സൈന്യത്തെ സജ്ജമാക്കി. അവർ ഗിലെയാദ് പ്രദേശത്തെ മിസ്പ എന്ന പട്ടണത്തിൽ ഒത്തുചേർന്നു. സൈന്യത്തെ നയിക്കാൻ പ്രാപ്തനായ ഒരു സൈന്യാധിപൻ തങ്ങൾക്കില്ലെന്ന് ഇസ്രായേൽ നേതാക്കൾ തിരിച്ചറിഞ്ഞു. അതിനാൽ അവർ പരസ്പരം പറഞ്ഞു, അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും ഗിലെയാദ് നിവാസികൾക്ക് അധിപൻ. ന്യായാധിപന്മാർ 10:18. ആ നിമിഷം അവർ ജെഫ്തായെ ഓർത്തു. ഒരിക്കൽ തങ്ങളുടെ ഇടയിൽ ജീവിച്ചിരുന്നപ്പോൾ പുറന്തള്ളപ്പെട്ട ഗിലെയാദുകാരനായ ഒരു ധീര യോദ്ധാവായിരുന്നു അദ്ദേഹം. തങ്ങളുടെ കഷ്ടകാലത്ത് തിരികെ വന്ന് യുദ്ധത്തിൽ തങ്ങളെ നയിക്കുന്നതിന് തോബ് ദേശത്ത് പോയി ജെഫ്തായോട് അഭ്യർത്ഥിക്കാൻ ശ്രേഷ്ഠന്മാർ തീരുമാനിച്ചു. ഗിലെയാദുകാരനായ ഒരു യോദ്ധാവായിരുന്നു ജെഫ്ത എങ്കിലും അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം സങ്കീർണമായിരുന്നു. അദ്ദേഹം ഒരു വേശ്യയുടെ മകനായിരുന്നുവെന്ന് ന്യായാധിപന്മാർ 11:1 പറയുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവായ ഗിലെയാദിന് തൻ്റെ ഭാര്യയിലും പുത്രന്മാരുണ്ടായിരുന്നു. ആ മക്കൾ വളർന്നപ്പോൾ അവർ ജെഫ്തായെ പുറത്താക്കി. അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പാടില്ല, നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ. ന്യായാധിപന്മാർ 11:2. സ്വന്തം കുടുംബത്താൽ തിരസ്കരിക്കപ്പെടുകയും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്ത ജെഫ്ത ഗിലെയാദിൽ നിന്ന് പലായനം ചെയ്ത് തോബ് ദേശത്ത് താമസമാക്കി. ഒരു നീച സംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു. ന്യായാധിപന്മാർ 11:3. ഈ സംഘം സാഹസികരോ അതിർത്തിയിലെ പോരാളികളോ ആയി ജീവിച്ചവരാകാം. എങ്കിലും ജെഫ്ത ക്രമേണ ധീരനും കഴിവുറ്റവനുമായ ഒരു യോദ്ധാവ് എന്ന നിലയിൽ പ്രശസ്തി നേടിയിരുന്നു. അമ്മോന്യർക്കെതിരായുള്ള യുദ്ധത്തിൽ തങ്ങളെ സഹായിക്കാൻ ജെഫ്തായോട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഗിലെയാദിലെ നേതാക്കൾ തോബ് ദേശത്തേക്ക് പോയി. ന്യായാധിപന്മാർ 11:6. അവർ നേരത്തെ തന്നെ തിരസ്കരിക്കുകയും തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത കാര്യം ജെഫ്ത അവരെ അനുസ്മരിപ്പിച്ചു.
ന്യായാധിപന്മാർ 11:7. ശ്രേഷ്ഠന്മാർ തങ്ങളുടെ ആവശ്യം ഉണർത്തിച്ചുകൊണ്ട് അമ്മോന്യരെ പരാജയപ്പെടുത്താൻ സഹായിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഗിലെയാദിലെ എല്ലാ നിവാസികളുടെയും നേതാവാക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ന്യായാധിപന്മാർ 11:8. കർത്താവിനെ സാക്ഷിയാക്കി അവർ ആ കരാർ ഉറപ്പിച്ചു. ന്യായാധിപന്മാർ 11:10. ജനങ്ങളെ നയിക്കാൻ സമ്മതിച്ചതിനെ തുടർന്ന് ജെഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോടൊപ്പം മിസ്പായിലേക്ക് മടങ്ങി. അവിടെ വെച്ച് ജനങ്ങൾ അദ്ദേഹത്തെ തങ്ങളുടെ നേതാവായും സേനാധിപനുമായി ഔദ്യോഗികമായി സ്വീകരിച്ചു. ജെഫ്ത തൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും മിസ്പായിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വെച്ചാണ് നൽകിയത്. ന്യായാധിപന്മാർ 11:11. തൻ്റെ നേതൃത്വവും തീരുമാനങ്ങളും ദൈവത്തിൻ്റെ സാക്ഷ്യത്തിലാണെന്ന അവബോധത്തോടെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് എന്ന് ഇത് വ്യക്തമാക്കുന്നു. സൈന്യത്തിൻ്റെ സമ്മേളന സ്ഥലം മാത്രമല്ല, ദൈവം മുമ്പാകെ പ്രധാനപ്പെട്ട ഉടമ്പടികൾ ചെയ്യുന്ന ഒരിടം കൂടിയായിരുന്നു മിസ്പ. അവിടെ വെച്ച് തൻ്റെ യുദ്ധപദ്ധതികൾ ആസൂത്രണം ചെയ്യുക വഴി ജെഫ്ത തൻ്റെ അധികാരത്തെയും പദ്ധതികളെയും കർത്താവിൻ്റെ മാർഗനിർദ്ദേശത്തിനും വിധിക്കും വിധേയമാക്കി. മനുഷ്യരുടെ പശ്ചാത്തലമോ സാമൂഹിക പദവിയോ നോക്കിയല്ല ദൈവം അവരെ വിധിക്കുന്നത് എന്ന് ജെഫ്തായുടെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു വേശ്യയുടെ മകനായി ജനിച്ചതിൻ്റെ പേരിൽ തിരസ്കരിക്കപ്പെടുകയും സ്വന്തം കുടുംബം പുറത്താക്കുകയും ചെയ്തിട്ടും ഇസ്രായേലിൻ്റെ നേതാവും രക്ഷകനുമായി ഉയർത്തപ്പെടാൻ ദൈവം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. സമൂഹം തിരസ്കരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നവർ പോലും ദൈവത്തിൽ വിശ്വസിക്കാനും അവിടുത്തെ സേവിക്കാനും തയ്യാറായാൽ അവിടുത്തെ ഉപകരണങ്ങളായി മാറാമെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. യുദ്ധത്തിന് മുമ്പായി സമാധാനപരമായി പ്രശ്നം പരിഹരിക്കാനാണ് ജെഫ്ത ആദ്യം ശ്രമിച്ചത്. യുദ്ധത്തിലേക്ക് എടുത്തു ചാടുന്നതിന് പകരം അദ്ദേഹം അമ്മോന്യരുടെ രാജാവിനോട് ആക്രമണത്തിൻ്റെ കാരണം ചോദിച്ചുകൊണ്ട് ദൂതന്മാരെ അയച്ചു. അദ്ദേഹത്തിൻ്റെ സന്ദേശം ലളിതമായിരുന്നു: എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം? ന്യായാധിപന്മാർ 11:12. അമ്മോന്യ രാജാവ് ഒരു ആരോപണവുമായാണ് ഇതിന് മറുപടി നൽകിയത്. പണ്ട് ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർണോൺ നദി മുതൽ ജബോക്കും ജോർദാനും വരെയുള്ള അമ്മോന്യരുടെ ഭൂമി പിടിച്ചെടുത്തതായി അദ്ദേഹം അവകാശപ്പെട്ടു. ഈ ഭൂമി സമാധാനപരമായി ഇസ്രായേൽ തിരിച്ചു നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യായാധിപന്മാർ 11:13. ഇസ്രായേലിൻ്റെ ചരിത്രം കൃത്യമായി വിവരിച്ചുകൊണ്ടാണ് ജെഫ്ത ഈ ആരോപണത്തിന് മറുപടി നൽകിയത്. ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ മോവാബിൻ്റെയോ അമ്മോൻ്റെയോ ഭൂമി പിടിച്ചെടുത്തിരുന്നില്ലെന്ന് അദ്ദേഹം അമ്മോന്യ രാജാവിനെ ഓർമ്മിപ്പിച്ചു. പകരം ഇസ്രായേൽ ചുറ്റുമുള്ള പ്രദേശങ്ങളിലൂടെ സമാധാനപരമായി സഞ്ചരിക്കാനാണ് ശ്രമിച്ചത്. ഏദോമിലൂടെയും മോവാബിലൂടെയും കടന്നു പോകാൻ അവർ അനുവാദം ചോദിച്ചെങ്കിലും ആ രാജാക്കന്മാർ അത് നിരസിച്ചു. അതിനാൽ ഇസ്രായേൽ അവരുടെ അതിർത്തികളെ മാനിക്കുകയും ആ പ്രദേശങ്ങൾ ചുറ്റിക്കറങ്ങി പോവുകയും ചെയ്തു. ന്യായാധിപന്മാർ 11:14 വരെ വാക്യങ്ങൾ. പിന്നീട് ഹെഷ്ബോൺ തലസ്ഥാനമായിരുന്ന അമോര്യ രാജാവായ സീഹോൻ്റെ നാട്ടിലൂടെ കടന്നു പോകാൻ ഇസ്രായേൽ അനുവാദം ചോദിച്ചു. എന്നാൽ സീഹോൻ ആ അഭ്യർത്ഥന നിരസിക്കുക മാത്രമല്ല, ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ തൻ്റെ സൈന്യത്തെ അണിനിരത്തുകയും ചെയ്തു. ആ യുദ്ധത്തിൽ കർത്താവ് ഇസ്രായേലിന് വിജയം നൽകി. അങ്ങനെ അർണോൺ മുതൽ ജാബോക്ക് നദി വരെ അമോര്യരുടെ കൈവശമിരുന്ന ഭൂമി അവർ പിടിച്ചെടുത്തു. ന്യായാധിപന്മാർ 11:19 വരെ വാക്യങ്ങൾ. ഇസ്രായേലിൻ്റെ പക്കലുള്ള ഭൂമി അമ്മോന്യരുടേതല്ലായിരുന്നുവെന്നും തങ്ങളെ ആക്രമിച്ച അമോര്യരുടേതായിരുന്നുവെന്നും ജെഫ്ത ചൂണ്ടിക്കാട്ടി. അതിനാൽ ഒരു പ്രതിരോധ യുദ്ധത്തിന് ശേഷമാണ് ഇസ്രായേൽ അത് കൈവശപ്പെടുത്തിയത്. ദൈവനിശ്ചയത്താൽ അത് അവരുടെ ഭൂമിയായി മാറുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ദൈവശാസ്ത്രപരമായ ഒരു വാദം ഉന്നയിച്ചു. തങ്ങളുടെ ദൈവമായ കെമോഷ് ആണ് തങ്ങൾക്ക് ഭൂമി നൽകിയത് എന്ന് അമ്മോന്യർ വിശ്വസിക്കുന്നത് പോലെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ് തങ്ങൾക്ക് ഈ ഭൂമി നൽകിയതെന്ന് ഇസ്രായേലിലും വിശ്വസിക്കുന്നു. അതിനാൽ ദൈവം തങ്ങൾക്ക് നൽകിയ ഭൂമിയിൽ വസിക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ട്. ന്യായാധിപന്മാർ 11:23-24 വാക്യങ്ങൾ. കഴിഞ്ഞ 300 വർഷത്തോളമായി ഇസ്രായേലിന് ഈ നഗരങ്ങളിൽ താമസിക്കുന്നുണ്ടെന്നും ഈ കാലയളവിൽ അമ്മോൻ ഒരു വെല്ലുവിളിയും ഉയർത്തിയിട്ടില്ലെന്നും ജെഫ്ത രാജാവിനെ ഓർമ്മിപ്പിച്ചു. ഭൂമി യഥാർത്ഥത്തിൽ അവരുടേതാണെങ്കിൽ ഇത്രയും കാലം എന്തുകൊണ്ടാണ് അത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാതിരുന്നത്? ന്യായാധിപന്മാർ 11:26. ഒടുവിൽ ജെഫ്ത ഈ വിഷയം ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഉപസംഹരിച്ചു. ആകയാൽ ഞാൻ നിന്നോട് ഒരു അപരാധവും ചെയ്തിട്ടില്ല. ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ്. ന്യായാധിപനായ കർത്താവ് ഇസ്രായേലിയർക്കും അമ്മോന്യർക്കും ഇടയ്ക്ക് ഇന്ന് ന്യായവിധി നടത്തട്ടെ. ന്യായാധിപന്മാർ 11:27. നിർഭാഗ്യവശാൽ ജെഫ്തായുടെ സന്ദേശം ശ്രദ്ധിക്കാൻ അമ്മോന്യ രാജാവ് തയ്യാറായില്ല. നയതന്ത്രം പരാജയപ്പെട്ടതോടെ
ഈ തർക്കം യുദ്ധക്കളത്തിൽ മാത്രമേ തീരുമാനിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ന്യായാധിപന്മാർ 11:28. ഈ ഘട്ടത്തിൽ കർത്താവിൻ്റെ ആത്മാവ് ജെഫ്തായുടെ മേൽ ആവസിച്ചുവെന്ന് ന്യായാധിപന്മാർ 11:29 പറയുന്നു. ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിൽ ഈ പ്രയോഗം അർത്ഥമാക്കുന്നത് ഒരു പ്രത്യേക ദൗത്യത്തിനായി ദൈവം ഒരാളെ സവിശേഷമായി ശാക്തീകരിച്ചുവെന്നാണ്. ഇത് വ്യക്തിപരമായ വിശുദ്ധിയെയോ പൂർണ്ണതയെയോ സൂചിപ്പിക്കണമെന്നില്ല. മറിച്ച് തൻ്റെ ജനത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു ദൗത്യം നിർവഹിക്കുന്നതിന് ആവശ്യമായ ശക്തിയും ധൈര്യവും ജ്ഞാനവും അധികാരവും ദൈവം ആ വ്യക്തിക്ക് നൽകി എന്നാണ് ഇതിനർത്ഥം. ജെഫ്ത ദൈവികമായ ഈ ശക്തിയോടെ ഗിലെയാദ് മനാസെ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് സൈന്യത്തെ ശേഖരിക്കുകയും യുദ്ധത്തിനായി തയ്യാറെടുക്കുകയും ചെയ്തു. വരാനിരിക്കുന്ന വിജയം ജെഫ്തായുടെ സൈനിക നൈപുണ്യത്തിൽ മാത്രമല്ല, അവനിലൂടെ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ശക്തിയിലും മാർഗനിർദ്ദേശത്തിലുമാണെന്ന് ഈ വിവരണം എടുത്തു പറയുന്നു. യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് ജെഫ്ത കർത്താവിന് ഗൗരവപരമായ ഒരു നേർച്ച നേർന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങ് അമ്മോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിക്കലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിൻ്റേതായിരിക്കും. ഞാൻ അവനെ ദഹനബലിയായി അവിടത്തേക്ക് അർപ്പിക്കും. ന്യായാധിപന്മാർ 11:30-31 വാക്യങ്ങൾ. പുരാതന ബൈബിൾ കാലത്ത് അപകടഘട്ടങ്ങളിലോ അനിശ്ചിതത്വത്തിലോ ദൈവത്തിന് നേർച്ചകൾ നേരുന്നത് സാധാരണമായിരുന്നു. കർത്താവ് സഹായമോ വിജയമോ നൽകുകയാണെങ്കിൽ പകരം കൃതജ്ഞതാ സൂചകമായി എന്തെങ്കിലും അർപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ഗൗരവപരമായ വാഗ്ദാനമായിരുന്നു ഈ നേർച്ച. ജെഫ്തായുടെ നേർച്ച ഈ പാരമ്പര്യത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അമ്മോന്യരെ നേരിടാൻ തയ്യാറെടുക്കുമ്പോൾ വരാനിരിക്കുന്ന യുദ്ധത്തെ ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാക്കാനും തൻ്റെ ദൈവവിശ്വാസം പ്രകടിപ്പിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു. എങ്കിലും അദ്ദേഹത്തിൻ്റെ നേർച്ച തിടുക്കത്തിലുള്ളതും തെറ്റായ രീതിയിലുമായിരുന്നു. കാരണം തൻ്റെ വീട്ടിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത് ഒരു മനുഷ്യനാകാനുള്ള സാധ്യതയെ അദ്ദേഹം മുൻകൂട്ടി കണ്ടില്ല. അക്കാലത്തെ മതപരമായ അന്തരീക്ഷത്തെയും ഈ നേർച്ച പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ കാലത്ത് മനുഷ്യബലി ഉൾപ്പെടെയുള്ള കടുത്ത ആചാരങ്ങൾ നിലനിന്നിരുന്ന ജനവിഭാഗങ്ങൾക്കിടയിലാണ് ഇസ്രായേൽ കഴിഞ്ഞിരുന്നത്. മോശയുടെ നിയമം മനുഷ്യബലിയെ കർശനമായി വിലക്കിയിരുന്നുവെങ്കിലും ചുറ്റുമുള്ള സംസ്കാരങ്ങൾ പലപ്പോഴും ഇസ്രായേലിയരുടെ ചിന്താഗതിയെ സ്വാധീനിച്ചിരുന്നു. അതിനാൽ ജെഫ്തായുടെ നേർച്ച ദൈവത്തെ ബഹുമാനിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെയും അതേസമയം അക്കാലത്തെ ആശയക്കുഴപ്പം നിറഞ്ഞ മതസാഹചര്യത്തെയും ഒരുപോലെ പ്രകടമാക്കുന്നു. ദൈവാത്മ നിറവിൽ ജെഫ്ത ഇസ്രായേൽ സൈന്യത്തെ അമ്മോന്യർക്കെതിരെ യുദ്ധത്തിലേക്ക് നയിച്ചു. കർത്താവ് അവരെ അവൻ്റെ കൈകളിൽ ഏൽപ്പിച്ചുവെന്ന് ന്യായാധിപന്മാർ 11:32 രേഖപ്പെടുത്തുന്നു. ഈ വിജയം ജെഫ്തായുടെ യുദ്ധ നൈപുണ്യം കൊണ്ട് മാത്രമല്ല, ഇസ്രായേലിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ മൂലമാണെന്ന് കൂടി ഈ പ്രയോഗം ഊന്നിപ്പറയുന്നു. ജെഫ്തായും അവൻ്റെ സൈന്യവും നിർണായകമായ വിജയം കൈവരിച്ചു. അരോവർ മുതൽ മിന്നിത്തിന് സമീപം വരെയും ആബേൽ കരോമീം വരെയും 20 പട്ടണങ്ങളിൽ അവൻ അവരെ വകവരുത്തി. വലിയ കൂട്ടക്കൊല നടന്നു. അമ്മോന്യർ ഇസ്രായേലിന് കീഴടങ്ങി. ന്യായാധിപന്മാർ 11:33. ഗിലെയാദിൻ്റെ കിഴക്കൻ പ്രദേശത്ത് ഉടനീളം വ്യാപിച്ചു കിടക്കുന്നതായിരുന്നു ഈ സ്ഥലങ്ങൾ. ഇത് അമ്മോന്യരുടെ പരാജയം പൂർണ്ണമായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ഈ സൈനിക നടപടിയുടെ ഫലമായി ഇസ്രായേലിനെ പിടിപ്പിക്കാനുള്ള അമ്മോന്യരുടെ ശക്തി തകർക്കപ്പെട്ടു. ജോർദാന് കിഴക്ക്, പ്രത്യേകിച്ച് ഗിലെയാദ് പ്രദേശത്ത് താമസിച്ചിരുന്ന ഇസ്രായേലിയർ അമ്മോന്യരിൽ നിന്ന് അനുഭവിച്ചിരുന്ന 18 വർഷത്തെ ദുരിതത്തിൽ നിന്നും ആധിപത്യത്തിൽ നിന്നും മോചിതരായി. ന്യായാധിപന്മാർ 10:8. ഇസ്രായേൽ കർത്താവിലേക്ക് മടങ്ങുകയും സഹായത്തിനായി അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ ന്യായാധിപന്മാരുടെ കാലത്ത് പലതവണ ചെയ്തതുപോലെ ദൈവം വീണ്ടും ഒരു രക്ഷകനെ ഉയർത്തുകയും തൻ്റെ ജനത്തെ രക്ഷിക്കുകയും ചെയ്തുവെന്ന് ഈ വിജയം തെളിയിച്ചു. അമ്മോന്യർക്ക് മേലുള്ള വിജയത്തിന് ശേഷം ജെഫ്ത വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ അത്യന്തം വേദനാജനകമായ ഒരു നിമിഷമാണ് അദ്ദേഹത്തെ കാത്തിരുന്നത്. തൻ്റെ പിതാവിൻ്റെ വിജയത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏക മകൾ തപ്പുകൾ കൊട്ടി നൃത്തം ചെയ്ത് അദ്ദേഹത്തെ എതിരേൽക്കാൻ വീട്ടിൽ നിന്ന് പുറത്തു വന്നു. ന്യായാധിപന്മാർ 11:34. ഗോലിയാത്തിനെയും ഫിലിസ്ത്യരെയും തോൽപ്പിച്ചതിന് ശേഷം സ്ത്രീകൾ ദാവീദ് രാജാവിനെ സ്വീകരിച്ചതുപോലെ സൈനിക വിജയത്തിന് ശേഷം ഇസ്രായേലിൽ നിലനിന്നിരുന്ന ഒരു സാധാരണ ആചാരമായിരുന്നു ഇത്തരം സന്തോഷകരമായ സ്വീകരണങ്ങൾ. 1 സാമുവേൽ 18:6-7 വാക്യങ്ങൾ. എന്നാൽ തൻ്റെ വീട്ടിൽ നിന്നും ആദ്യം പുറത്തു വന്നത് സ്വന്തം മകളാണെന്ന് കണ്ടപ്പോൾ ജെഫ്ത ദുഃഖത്താൽ തകർന്നുപോയി. അഗാധ ദുഃഖത്തിൻ്റെ പരമ്പരാഗത അടയാളമായി അദ്ദേഹം തൻ്റെ വസ്ത്രങ്ങൾ കീറുകയും
കർത്താവിന് താൻ നേർന്ന നേർച്ചയെ ഓർത്ത് വിലപിക്കുകയും ചെയ്തു. ന്യായാധിപന്മാർ 11:35. അവൾ അദ്ദേഹത്തിൻ്റെ ഏക മകളായിരുന്നത് കൊണ്ട് തന്നെ തൻ്റെ വംശം നിലനിർത്താൻ അവൾക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ എന്നത് ആ ദുഃഖത്തിൻ്റെ ആഴം കൂട്ടി. യെഫ്തായുടെ മകൾ അസാധാരണ വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടിയാണ് ഇതിനോട് പ്രതികരിച്ചത്. നേർച്ചയെ എതിർക്കാനോ അതിൽ നിന്ന് രക്ഷപ്പെടാനോ ശ്രമിക്കുന്നതിന് പകരം ദൈവമുമ്പാകെയുള്ള തൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം അവൾ സ്വീകരിച്ചു. അവൾ പറഞ്ഞു, പിതാവേ, അങ്ങ് കർത്താവിന് വാക്കുകൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക. കർത്താവ് ശത്രുക്കളായ അമ്മോന്യരോട് പ്രതികാരം ചെയ്തല്ലോ. ന്യായാധിപന്മാർ 11:36. അവളുടെ പ്രതികരണം ദൈവത്തോടുള്ള അനുസരണത്തെയും വിശ്വാസത്തെയും കർത്താവിന് നൽകുന്ന വാഗ്ദാനങ്ങളുടെ ഗൗരവത്തെയും അടിവരയിടുന്നു. എങ്കിലും അവൾ ഒരു അപേക്ഷ നടത്തി. തൻ്റെ തോഴിമാരോടൊപ്പം മലമുകളിലേക്ക് പോയി തൻ്റെ കന്യകാത്വത്തെ ഓർത്ത് വിലപിക്കാൻ 2 മാസത്തെ സമയം നൽകണമെന്ന് അവൾ പിതാവിനോട് ആവശ്യപ്പെട്ടു. ന്യായാധിപന്മാർ 11:37. പുരാതന ഇസ്രായേൽ സംസ്കാരത്തിൽ വിവാഹവും മാതൃത്വവും വലിയ അനുഗ്രഹങ്ങളായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അതിനാൽ തൻ്റെ കന്യകാത്വത്തെ ഓർത്ത് വിലപിക്കുക എന്നതിലൂടെ വിവാഹം കഴിക്കാനും ഒരമ്മയാകാനുമുള്ള അവസരം നഷ്ടപ്പെടുന്നതിലുള്ള ദുഃഖമാണ് അവൾ പ്രകടിപ്പിച്ചത്. ഈ അസാധാരണ സംഭവത്തിൻ്റെ ഫലമായി ഇസ്രായേലിൽ ഒരു പാരമ്പര്യം രൂപപ്പെട്ടു. യെഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും 4 ദിവസം കരയാൻ പോകുക പതിവായി തീർന്നു. ന്യായാധിപന്മാർ 11:40. അവളുടെ ധൈര്യത്തെയും ത്യാഗത്തെയും സമർപ്പണത്തെയും ബഹുമാനിക്കുന്നതായിരുന്നു ഈ വാർഷിക അനുസ്മരണം. വിവിധ രീതികളിൽ ഈ നേർച്ച വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ന്യായാധിപന്മാരുടെ കാലഘട്ടം ആത്മീയമായി ആശയക്കുഴപ്പത്തിലായിരുന്നതിനാൽ യെഫ്ത തൻ്റെ മകളെ അക്ഷരാർത്ഥത്തിൽ ബലി കഴിച്ചു എന്ന് ചില വ്യാഖ്യാതാക്കൾ വിശ്വസിക്കുന്നു. എന്നാൽ മറ്റു ചിലർ വിശ്വസിക്കുന്നത് അവൾ കർത്താവിൻ്റെ സേവനത്തിനായി നിത്യകന്യകയായി സമർപ്പിക്കപ്പെട്ടു എന്നാണ്. ഈ വ്യാഖ്യാനം അനുസരിച്ച് അവളുടെ മരണമെന്നതിനേക്കാൾ ശിഷ്ടകാലം വിവാഹിതയാകാതെയും മക്കളില്ലാതെയും കഴിയേണ്ടി വന്നു എന്നതാണ് ഇവിടെ ദുരന്തമായി കാണുന്നത്. അവളുടെ മരണത്തേക്കാൾ കന്യകാത്വത്തെക്കുറിച്ച് വിലപിക്കുന്നതിന് നൽകിയിരിക്കുന്ന പ്രാധാന്യം ഇതാകാം സൂചിപ്പിക്കുന്നത്. അവൾ ഒരിക്കലും പുരുഷനെ അറിഞ്ഞിരുന്നില്ല എന്ന് ന്യായാധിപന്മാർ 11:40 വ്യക്തമാക്കുന്നു. ഈ വ്യാഖ്യാനങ്ങളിൽ ഏതെടുത്താലും ഈ സംഭവം ശക്തമായ ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ചിന്തിക്കാതെയുള്ള നേർച്ചകളോ കടുത്ത ബലികളോ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് വിശ്വസ്തമായ അനുസരണവും ശ്രദ്ധാപൂർവമായ ഭക്തിയുമാണ്. ദൈവമുമ്പാകെ വിവേകത്തോടെ സംസാരിക്കേണ്ടതിൻ്റെയും പരിധിവിട്ട വാഗ്ദാനങ്ങൾ നൽകാതെ അവിടുത്തെ വിശ്വസിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം യെഫ്തായുടെ നേർച്ചയിലെ ഈ ദുരന്തം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി ഷിബോലത്ത് സംഭവത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അമ്മോന്യർക്ക് മേലുള്ള യെഫ്തായുടെ വിജയത്തിന് പിന്നാലെ ഇസ്രായേൽക്കാർക്കിടയിൽ ഒരു സംഘർഷം ഉടലെടുത്തു. യുദ്ധത്തിന് പോയപ്പോൾ തങ്ങളെ ക്ഷണിച്ചില്ല എന്ന് ആരോപിച്ച് എഫ്രൈം ഗോത്രക്കാർ ദേഷ്യത്തോടെ യെഫ്തായെ കുറ്റപ്പെടുത്തി. തങ്ങൾ അപമാനിക്കപ്പെട്ടതായി കരുതിയ അവർ യെഫ്തായെയും അവൻ്റെ ഭവനത്തെയും അഗ്നിക്ക് ഇരയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ന്യായാധിപന്മാർ 12:1. അമ്മോന്യർക്കെതിരായുള്ള യുദ്ധത്തിൽ തങ്ങളെ ക്ഷണിക്കാതെ യെഫ്ത പോരാടിയത് തങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് എഫ്രൈം ഗോത്രത്തിന് തോന്നി. ഇസ്രായേലിലെ ഏറ്റവും സ്വാധീനമുള്ള ഗോത്രങ്ങളിൽ ഒന്നായതിനാൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സൈനിക നീക്കത്തിൽ തങ്ങൾക്കും പങ്കാളിത്തം ഉണ്ടാവണമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. വിജയത്തിൻ്റെ ബഹുമതിയിലും അതിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങളിലും പങ്കുചേരാനുള്ള അവസരം തങ്ങൾക്ക് നഷ്ടപ്പെട്ടതായും അവർക്ക് തോന്നിയിരിക്കാം. അവരുടെ ഈ പ്രതികരണം ന്യായാധിപന്മാരുടെ കാലത്ത് ഗോത്രങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന അഹങ്കാരത്തെയും മത്സരബുദ്ധിയെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. അമ്മോന്യർ ആക്രമിച്ചപ്പോൾ താൻ സഹായത്തിനായി അവരെ വിളിച്ചിരുന്നുവെന്നും എന്നാൽ അവർ പ്രതികരിച്ചില്ലെന്നും യെഫ്ത വിശദീകരിച്ചു. അവർ സഹായിക്കാൻ വരാഞ്ഞതിനാൽ തനിക്കും ഗിലെയാദിലെ പുരുഷന്മാർക്കും സ്വന്തം ജീവൻ പണയപ്പെടുത്തി യുദ്ധം ചെയ്യേണ്ടി വന്നു. ദൈവത്തിൻ്റെ സഹായത്താൽ അവർ വിജയം നേടി. അതിനാൽ നേരത്തെ സഹായിക്കുന്നതിന് പകരം ഇപ്പോൾ എന്തിനാണ് തന്നോട് യുദ്ധം ചെയ്യാൻ വന്നത് എന്ന് യെഫ്ത അവരോട് ചോദിച്ചു. ന്യായാധിപന്മാർ 12:2-3 വാക്യങ്ങൾ. ഈ തർക്കം പെട്ടെന്ന് തന്നെ ഗിലെയാദുകാരും എഫ്രൈം ഗോത്രക്കാരും തമ്മിലുള്ള ഒരു ആഭ്യന്തര യുദ്ധമായി മാറി. ഗിലെയാദിലെ പുരുഷന്മാർ എഫ്രൈംകാരെ പരാജയപ്പെടുത്തുകയും യോർദാൻ നദിയിലെ കടവുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. തോറ്റ് ഓടുന്ന സൈനികർക്ക് തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങാനുള്ള ഏക മാർഗം ഈ കടവുകളായിരുന്നു. നദി കടക്കാൻ ശ്രമിക്കുന്ന എഫ്രൈംകാരെ തിരിച്ചറിയാൻ ഗിലെയാദുകാർ തന്ത്രപരവും ദാരുണവുമായ ഒരു മാർഗം സ്വീകരിച്ചു. കടന്നു പോകുന്ന ഓരോരുത്തരോടും ഷിബോലത്ത് എന്ന വാക്ക് ഉച്ചരിക്കാൻ അവർ ആവശ്യപ്പെട്ടു. പ്രാദേശികമായ സംസാര രീതിയിലെ വ്യത്യാസം കാരണം എഫ്രൈമിയർക്ക്
ഷ എന്ന ശബ്ദം ശരിയായി ഉച്ചരിക്കാൻ കഴിയുമായിരുന്നില്ല. പകരം അവർ സിബോലത്ത് എന്നാണ് പറഞ്ഞിരുന്നത്. ഈ ഉച്ചാരണ വ്യത്യാസം അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി. എഫ്രൈംകാരായി തിരിച്ചറിയപ്പെട്ടവരെ നദിക്കടവിൽ വെച്ച് പിടികൂടി കൊലപ്പെടുത്തി. ന്യായാധിപന്മാർ 12:5-6 വാക്യങ്ങൾ. തിരിച്ചറിയാനുള്ള ഈ മാർഗം ഒരു ലളിതമായ വാക്കിനെ ജീവൻ മരണ പരീക്ഷയായി മാറ്റി. നദിക്കടവിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ച എഫ്രൈം സൈനികരുടെ മരണസംഖ്യ ഏറെയായിരുന്നു. ദാരുണമായ ഈ ആഭ്യന്തര യുദ്ധത്തിൽ 40,000 എഫ്രൈംകാർ കൊല്ലപ്പെട്ടതായി ബൈബിൾ രേഖപ്പെടുത്തുന്നു. ന്യായാധിപന്മാരുടെ കാലത്ത് ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ആഴത്തിലുള്ള ഭിന്നതകളെയാണ് ഈ സംഭവം കാണിക്കുന്നത്. ഐക്യത്തിന് പകരം അസൂയയും മത്സരബുദ്ധിയും ദൈവജനത്തിനിടയിൽ പോലും അക്രമത്തിന് കാരണമായി. ഭാഷാപരമായ ഉച്ചാരണത്തിലോ വ്യക്തിത്വത്തിലോ ഉള്ള ചെറിയ വ്യത്യാസങ്ങൾ പോലും പുരാതന യുദ്ധങ്ങളിൽ എങ്ങനെ ജീവനും മരണവും തീരുമാനിക്കുന്ന ഘടകങ്ങളായി മാറുന്നു എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഷിബോലത്ത് സംഭവം. അമ്മോന്യരുമായും എഫ്രൈം ഗോത്രവുമായുമുള്ള സംഘർഷങ്ങൾക്ക് ശേഷം ജെഫ്ത 6 വർഷക്കാലം ഇസ്രായേലിൻ്റെ ന്യായാധിപനായി സേവനമനുഷ്ഠിച്ചു. ന്യായാധിപന്മാർ 12:7. അദ്ദേഹത്തിൻ്റെ നേതൃത്വം കേന്ദ്രീകരിച്ചിരുന്നത് പ്രധാനമായും ജോർദാൻ നദിക്ക് കിഴക്കുള്ള ഗിലെയാദ് പ്രദേശത്തായിരുന്നു. അവിടെയായിരുന്നു അദ്ദേഹം നേരത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചതും വിജയത്തിലേക്ക് നയിച്ചതും. ഈ 6 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ബൈബിൾ കൂടുതൽ വിവരങ്ങൾ നൽകുന്നില്ലെങ്കിലും അമ്മോന്യരുടെ ദീർഘകാലത്തെ പീഡനത്തിൽ ദുരിതമനുഭവിച്ചിരുന്ന ഇസ്രായേല്യർക്ക് അദ്ദേഹത്തിൻ്റെ ഭരണം ആശ്വാസവും സ്ഥിരതയും നൽകിയിട്ടുണ്ടാവാം. തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ജെഫ്ത മരണമടയുകയും ഗിലെയാദിലെ സ്വന്തം നഗരത്തിൽ അടക്കം ചെയ്യപ്പെടുകയും ചെയ്തു. ന്യായാധിപന്മാർ 12:7. തൻ്റെ ജനത്തെ രക്ഷിക്കാൻ ദൈവം ഉപയോഗിച്ച തിരസ്കൃതനായ ഒരാളുടെ ചരിത്രം എന്ന നിലയിലും അതേസമയം വിവേകമില്ലാത്ത നേർച്ചകളുടെയും ദൈവജനത്തിനിടയിലെ ആഭ്യന്തര ഭിന്നതകളുടെയും അപകടങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പായും ജെഫ്തായുടെ കഥ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ജെഫ്തായുടെ ജീവിതത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ നോക്കാം. 1. അപ്രതീക്ഷിത പശ്ചാത്തലങ്ങളിൽ നിന്നും ദൈവത്തിന് നേതാക്കളെ ഉയർത്താൻ കഴിയും. ഇസ്രായേലിനെ രക്ഷിക്കാനായി കുടുംബത്താലും സമൂഹത്താലും തിരസ്കരിക്കപ്പെട്ട ജെഫ്തായെ ദൈവം തിരഞ്ഞെടുത്തു. നമ്മുടെ ജീവിതത്തിലും ആളുകളെ അവരുടെ ഭൂതകാലമോ സാമൂഹിക പദവിയോ മാത്രം വെച്ച് ഒരിക്കലും വിലയിരുത്തരുത്. മറ്റുള്ളവർ അവഗണിക്കുന്നവരെയോ തള്ളിക്കളയുന്നവരെയോ ആണ് ദൈവം പലപ്പോഴും തൻ്റെ ദൗത്യത്തിനായി വിളിക്കുന്നത്. 2. ദൈവവിളിയോടൊപ്പം മനുഷ്യസഹജമായ ബലഹീനതകളും ഉണ്ടാകാം. കർത്താവിൻ്റെ ആത്മാവ് ജെഫ്തായെ ശാക്തീകരിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ വിവേകരഹിതമായ നേർച്ച വലിയ ദുഃഖത്തിന് കാരണമായി. ദൈവത്താൽ വിളിക്കപ്പെട്ടവർ പോലും മനുഷ്യരാണെങ്കിലും തെറ്റുകൾക്ക് സാധ്യതയുള്ളവരാണെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് നാം എപ്പോഴും ദൈവത്തിൻ്റെ ജ്ഞാനവും മാർഗനിർദ്ദേശവും തേടണം. 3. യഥാർത്ഥ അനുതാപം ദൈവകാരുണ്യം കൊണ്ടുവരുന്നു. ഇസ്രായേൽ ജനത തങ്ങളുടെ വിഗ്രഹങ്ങൾ നീക്കം ചെയ്യുകയും കർത്താവിലേക്ക് മടങ്ങുകയും ചെയ്തപ്പോഴാണ് അവരുടെ മോചനം ആരംഭിച്ചത്. നമ്മൾ ആത്മാർത്ഥമായി പാപങ്ങളിൽ നിന്ന് അകന്ന് ദൈവത്തിലേക്ക് മടങ്ങുമ്പോൾ അവിടുന്ന് കരുണയും സഹായവും നൽകുന്നു. യഥാർത്ഥ അനുതാപം ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്കും പുനരുത്ഥാനത്തിലേക്കുമുള്ള വാതിൽ തുറക്കുന്നു. 4. നേതൃത്വത്തിന് ജ്ഞാനവും വിനയവും ആവശ്യമാണ്. യുദ്ധത്തിന് മുമ്പ് ജെഫ്ത നയതന്ത്രത്തിന് ശ്രമിച്ചു. ഇത് സാധ്യമാകുമ്പോഴെല്ലാം സമാധാനത്തിന് മുൻഗണന നൽകണമെന്ന് കാണിക്കുന്നു. നമ്മുടെ ദൈനംദിന ബന്ധങ്ങളിലും ഉത്തരവാദിത്തങ്ങളിലും ഏറ്റുമുട്ടലുകളിലേക്ക് നീങ്ങുന്നതിന് മുൻപ് ക്ഷമയോടും സംഭാഷണത്തോടും കൂടി തർക്കങ്ങൾ പരിഹരിക്കാൻ നാം ശ്രമിക്കണം. 5. ദൈവം മുമ്പാകെ പറയുന്ന വാക്കുകൾ ശ്രദ്ധയോടെ ആയിരിക്കണം. ദൈവത്തിന് നൽകുന്ന വാഗ്ദാനങ്ങളിൽ ജാഗ്രതയും ഉത്തരവാദിത്വവും പുലർത്തണമെന്ന് ജെഫ്തായുടെ നേർച്ച വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥനയിലും സമർപ്പണത്തിലും നാം ചിന്താപൂർവ്വം സംസാരിക്കണം. ദൈവത്തോടും മറ്റുള്ളവരോടും നാം നൽകുന്ന വാഗ്ദാനങ്ങൾ എപ്പോഴും ആത്മാർത്ഥവും ശ്രദ്ധയോടെ പരിഗണിക്കപ്പെട്ടതുമായിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇസ്രായേലിൻ്റെ കഷ്ടകാലത്ത് അവരെ രക്ഷിക്കാൻ അങ്ങ് ജെഫ്തായെ ഉയർത്തിയല്ലോ. അങ്ങയുടെ മാർഗനിർദ്ദേശങ്ങളിൽ വിശ്വസിക്കാനും വിവേകത്തോടെ സംസാരിക്കാനും എല്ലാ സാഹചര്യങ്ങളിലും അങ്ങയോട് വിശ്വസ്തത പുലർത്താനും ഞങ്ങളെ സഹായിക്കണമേ. ജെഫ്തായുടെ കരുത്തിൽ നിന്നും ബലഹീനതകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാനും ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങയുടെ ഹിതം തേടാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ.